സെബസ്ത്യാനോസ് പുണ്യാളൻ എങ്ങനെയാണ് മരിച്ചത്? ആ ഗത കൊണ്ട്. അന്നൊക്കെ ഈ ഗത ഉണ്ടായാവോ? ഈ ഗത എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ, ഞാൻ ഇത് പറയാനുള്ള കാരണമുണ്ട്. ഈ വെണ്ടൂര് എന്നൊരു സ്ഥലമുണ്ട് നമ്മുടെ തൃശ്ശൂർ, സെബസ്ത്യാനോസ് പുണ്യാളുടെ പള്ളി. ആ പള്ളിയിൽ ഒരു ദിവസം കുർബാനയ്ക്ക് പോയി കാണും. കുർബാന കഴിഞ്ഞൊരു പ്രദക്ഷിണം നടക്കുക. അപ്പോൾ പ്രദക്ഷിണം നടക്കണ എൻ്റെ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ എന്നിട്ട് പറഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കാണ്ട് ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. ചുറ്റും നോക്കിയപ്പോൾ ആരുമില്ല. ചോദിച്ചോളാൻ പറഞ്ഞു. കാരണം നമുക്ക് ഇവരുടെ ചോദ്യം നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവൻ്റെ ചോദ്യം ഇതാണ്, അച്ഛാ സെബസ്ത്യാനോസ് പുണ്യാളൻ മരിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗത കൊണ്ട് അടിയായിട്ട് മരിച്ചാണെന്ന് പറഞ്ഞു. ഓക്കെ, എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യത്തിൻ്റെ ഒരു മുന്നോടിയായിരുന്നു എന്ത്? ആദ്യത്തെ ചോദ്യം, അച്ഛാ ഗത കൊണ്ട് രക്തസാക്ഷിത്വ മകുടം വരിച്ച വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്പ് എഴുന്നള്ളിക്കുന്നതിനേക്കാളും നല്ലത് ഈ ഗതയല്ലേ അച്ഛാ എഴുന്നള്ളിക്കേണ്ടത്? ശരിയല്ലേ? നാലോചിച്ചൊക്കെ ഗതയൊക്കെ പിടിച്ച് പട്ടോടെയൊക്കെ വെച്ച് അതിന് എന്ത് രസം, ഒരു ഭംഗിയായിരിക്കും. അമ്പാണെങ്കിൽ ഒരു ചിരികൊള്ളുള്ള അമ്പത് എവിടെ വെച്ച് കാണാനും പറ്റില്ല, അത് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. ഗതയാണെങ്കിൽ ആഹാ, ഒരു വേറെ പട്ടോടെ എടുക്കാൻ വേറെ ആളെ വേണ്ട, അതൊരു ഗെയിമായിരിക്കുള്ളൂ. ഗതയ്ക്ക് ഒരു ഗെയിമുണ്ട്. പ്രിയമുള്ളവരെ, ആ സമയത്ത് ആ പള്ളിയിലെ വികാരിച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞ് അച്ഛാ ഗ്ലാസ് ചായ കുടിക്കാന്ന് പറഞ്ഞു. ചായക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും ഈ ചെക്കൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ വികാരിച്ചു വിളിക്കുന്നത്. ഞാൻ പോട്ടെ, ഞാൻ പോയി. പക്ഷെ അപ്പോഴും ഈ ചെക്കൻ ചോദിച്ച ചോദ്യം നമ്മളെ അസ്വസ്ഥമാക്കി. ഗതയുടെ പ്രഹരമേറ്റ് മരണപ്പെട്ട സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഗതയല്ലേ കൊണ്ടു നടക്കുന്നത്? അല്ല, ന്യായമായ ചോദ്യമല്ലേ ചെക്കൻ ചോദിച്ചു. എനിക്ക് ചില സമയത്ത് ചില ചോദ്യങ്ങൾ കിട്ടുമ്പോൾ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഞാൻ ആദ്യം തന്നെ കൊണ്ടുവന്ന സ്ഥലം ഏതാണെന്നറിയാമോ? എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരവും അതെ അവിടെ ആ ബലിപീഠത്തിൻ്റെ മുമ്പിലേക്ക് അങ്ങോട്ട് ഇടാം. എന്നിട്ട് ഈശ്വരനോട് പറയാം, ഈശോ ഇതേ ഇങ്ങനൊരു ചോദ്യം കിട്ടിയിട്ടുണ്ട്, ഉത്തരം എനിക്ക് വേണം. സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ മകനാണ് ഞാൻ. ഗോത്രത്തിൽ തേരാപ്പാരാണെന്നിരുന്ന അമ്പിൻ്റെ പിന്നാലെ. പക്ഷെ അതിന് ഉത്തരം കിട്ടാത്തപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ. ഞാനത് ഈശോയുടെ മുമ്പിലേക്ക് ഇട്ട്. ഈശോ തന്നൊരു മറുപടി എന്ന് വെച്ചാൽ ഈ ചേച്ചി പറഞ്ഞതിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റിയൊരു മറുപടിയാണ്. വേറെ ഒന്നുമല്ല, ഗതയുടെ പ്രഹരമേറ്റ് അവൻ അപ്പം തന്നെ മരിച്ചുപോയി. അമ്പിൻ്റെ പ്രഹരമേറ്റിട്ട് അവൻ മരിച്ചില്ല, അതിനെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഈ ഗതയ്ക്ക് പകരം അമ്പ് കൊണ്ടു നടക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ സഹനമെന്ന് പറയുന്നത് സഹിച്ച് മരിക്കാനുള്ളവരല്ല നമ്മൾ, മറിച്ച് സഹനത്തെ തോൽപ്പിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് സഹനത്തെ തോൽപ്പിച്ചവനാകരുത്. തൽക്കാലത്തേക്ക് അവർ സഹിപ്പിക്കാൻ വന്നവരുടെ മുമ്പിൽ 1-3 ദിവസത്തേക്ക് മരിച്ച് ഒളിച്ചിറങ്ങും എന്നല്ലാതെ അവന് സഹനത്തെ പേടിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ അമ്പ് നമ്മുടെ വീടുകളിലൂടെ കയറി ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, സഹനത്തെ തോൽപ്പിക്കാനുള്ളൊരു കൃപയാണ്. ഗത എന്ന് പറയുമ്പോൾ സ്പോട്ടിൽ മരിച്ചു പോയത്, പക്ഷെ അമ്പ് അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ അമ്പ് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? സഹനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ? സഹനം ഉറപ്പാണ്. അതിനെ ഞാൻ തോൽപ്പിക്കും. ആരുടെ കൂടെ നിന്ന്? ഈശോയുടെ കൂടെ നിന്ന്. ആ ഒരു കൃപയാണ് നമുക്ക് സ്വന്തമാക്കേണ്ടത്.